ഗൈസ് ഞാനും ചേട്ടനോട് ഇതാ അടുത്തൊരു ഓർഡറുമായിട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾ മേഡത്തിൻ്റെ വീട്ടിൽ പോയി സാധനങ്ങളെല്ലാം പറക്കി കയറ്റി ഒരുവിധം ലോഡ് ചെയ്ത് ചേട്ടൻ എന്തോ അവിടെ നിന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്ന് അറിയത്തൊന്നുമില്ല. ഇനിയിപ്പം ലൊക്കേഷൻ വന്നാലേ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഗൈസ്, അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വണ്ടിക്കകത്തും വെളിയിലൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ലൊക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്ന് നോക്കാം കേട്ടോ. അതേ സുഹൃത്തുക്കളെ, നമ്മൾ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം നേരെ പോകുന്നത് നമ്മൾ ദോഹയിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ദോഹ എക്സ്പ്രസ് ഹൈവേയിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ക്യൂ മാൾ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ, ഇതാണ് നമ്മുടെ അടുത്തുള്ളൊരു ക്യൂ മാൾ. അപ്പം അതുപോലെ അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്ന് എന്താണെന്ന് അറിയത്തില്ല. സാധാരണ ദിവസങ്ങളിൽ മഴ പെയ്യുന്ന പോലെയാണ് ഗൈസ് നമ്മുടെ റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നത്. ഇന്നത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ നോക്കി ചെന്നപ്പോഴേ നമുക്കറിയായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ വന്ന് പോസ്റ്റായി എന്ന് പറഞ്ഞാൽ രാത്രി മൊത്തം പോസ്റ്റ് കിട്ടിയ ഒരു വീടാണെന്ന്. ആ വീട്ടിലേക്കിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, പോസ്റ്റിൻ്റെ മേൽ പോസ്റ്റായിരുന്നു ഗൈസ് അന്ന് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തകത്തിട്ട് നമ്മൾ സാധനങ്ങൾ ഇറക്കാനുള്ള പദ്ധതി തീരുമാനിച്ചു ഗൈസ്. ചൂടെന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം ചൂടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മുടെ മെഷീൻ സംഭവങ്ങളൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ചേട്ടൻ വന്നിരുന്ന് വെള്ളം കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ആ വലിയ ഒരു വീട് കേട്ടോ. അതിനുശേഷം നമ്മൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഹൈവേയിൽ വെച്ച് നമ്മൾ ഈ ഒരു പുക കാണുന്നത് കേട്ടോ. എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യാതായിപ്പോയി. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു പുക കാണുന്നത് ഒരു ലാൻഡ് ക്രൂസർ കത്തിയപ്പോഴാണ് കേട്ടോ. അത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാമെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഖത്തറിൽ ഇതുപോലെ പുകയൊന്നും കാണാറില്ല. നമ്മളെ നാട്ടിലെ പോലെ ആരും തീയിടാറില്ല. അങ്ങനെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ വിചാരിച്ചത് ആ വീടിന് തീ പിടിച്ചതാണെന്ന്. അങ്ങനെ നമ്മൾ ആൾക്കാരുണ്ടോ എന്താണ് സംഭവം ഒന്നും അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ഉണ്ടായിരുന്ന കെട്ടിടം ഇടിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ വയർ ഷോർട്ടായി അങ്ങനെ മൊത്തം തീ കത്തിപ്പിടിച്ചതാണ് കേട്ടോ. ചുറ്റിനും ആൾക്കാരും പോലീസും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഇതാ ഓൺ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം നമ്മളവിടെ വണ്ടി പാർക്കിങ്ങിലിട്ട് കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ചേട്ടൻ എന്നെ റൂമിലാക്കി ചേട്ടനും ബൈ പറഞ്ഞ് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ